മോഹൻലാൽ, ജഗതി, രേവതി ത്രയമുണ്ടാക്കിയ ടൈംലെസ് ചാം, ഊട്ടിയുടെ മനോഹര ലൊക്കേഷനുകൾ. അതെ, നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് കിലുക്കം എന്ന സിനിമയിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഈ സിനിമ നിങ്ങൾ ആദ്യമായിട്ട് എവിടെയാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് തിയേറ്ററിലായിരുന്നോ, അതോ ടി വിയിലായിരുന്നോ, അല്ലെങ്കിൽ OTT-യിലായിരുന്നോ? അന്ന് നിങ്ങളുടെ പ്രായം എത്രയായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സിനിമയിൽ മറക്കാനാവാത്ത ഫേവറേറ്റ് സീൻ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അവസാനമായിട്ട് ഈ സിനിമ എപ്പോഴാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ടി വിയിലായിരുന്നോ അതോ OTT-യിലായിരുന്നോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടുള്ളത് ശ്യാം മോഹനാണ്. ഈ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നത് ഒരു കുട്ടിയുടെ കഥാപാത്രമായിട്ടായിരുന്നു. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 5 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ആണ്. അടുത്തത് ജഗദീഷാണ്. ഈ സിനിമയിലെ ഒരു ക്യാമിയോ ക്യാരക്ടറായിരുന്നു ജഗദീഷ് അഭിനയിച്ചിരുന്നത്. അതായത് ഒരു ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നു ജഗദീഷ് ഈ സിനിമയിൽ ഒരു ഗാനത്തിന് ഇടയിലൊക്കെ വന്നിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജഗദീഷിൻ്റെ പ്രായം 36 ആയിരുന്നു. ഇപ്പോൾ ജഗദീഷിൻ്റെ പ്രായം 70 ആണ്. അടുത്തത് ആൻ്റണി പെരുമ്പാവൂരാണ്. ഈ സിനിമയിലെ ഡ്രൈവർ ആൻ്റണി എന്നൊരു കഥാപാത്രമായിരുന്നു ആൻ്റണി പെരുമ്പാവൂർ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രായം 23 ആയിരുന്നു. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രായം 57 ആണ്. അടുത്തത് അജയൻ അടൂരാണ്. ഈ സിനിമയിൽ നാരായണൻകുട്ടി എന്ന ഹോട്ടൽ മാനേജറായിട്ടായിരുന്നു അജയൻ അടൂർ അഭിനയിച്ചിരുന്നത്. അജയൻ അടൂർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 37 ആയിരുന്നു. ഇപ്പോൾ അജയൻ അടൂരിൻ്റെ പ്രായം 71 ആണ്. അടുത്തത് ദേവകിയമ്മയാണ്. KG ദേവകിയമ്മ ഈ സിനിമയിൽ ഒരു വയസ്സായ അലക്കുകാരിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ KG ദേവകിയമ്മയുടെ പ്രായം 74 ആയിരുന്നു. 2018 97 വയസ്സിൽ KG ദേവകിയമ്മ അന്തരിച്ചു. അടുത്തത് സുവർണ മാത്യു ആണ്. ഈ സിനിമയിൽ നേഹ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. പിള്ളയുടെ ഒരു മരുമകളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുവർണ മാത്യുവിൻ്റെ പ്രായം 23 ആയിരുന്നു. ഇപ്പോൾ സുവർണ മാത്യുവിൻ്റെ പ്രായം 57 ആണ്. അടുത്തത് നന്ദുവാണ്. ഈ സിനിമയിൽ രാജപ്പൻ എന്നൊരു കഥാപാത്രമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് ഗണേഷ് കുമാറിൻ്റെ ഒരു റിലേറ്റീവായിട്ടാണ് ഈ സിനിമയിൽ നന്ദു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നന്ദുവിൻ്റെ പ്രായം 26 ആയിരുന്നു. ഇപ്പോൾ നന്ദുവിൻ്റെ പ്രായം 60 ആണ്. അടുത്തത് നിമ്മി മോഹനാണ്. നിമ്മി മോഹൻ ഈ സിനിമയിൽ ജസ്റ്റിസ് പിള്ളയുടെ വൈഫായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിമ്മി മോഹൻ്റെ പ്രായം 31 ആയിരുന്നു. ഇപ്പോൾ നിമ്മി മോഹൻ്റെ പ്രായം 65 ആണ്. അടുത്തത് TP മാധവനാണ്. TP മാധവൻ ഈ സിനിമയിൽ ശേഖരൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് ജസ്റ്റിസ് പിള്ളയുടെ PA ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56 ആയിരുന്നു. 2024 88 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് കൃഷ്ണൻകുട്ടി നായരാണ്. ഹരി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. സ്കൂൾ പിയൂണായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72 ആയിരുന്നു. കൃഷ്ണൻകുട്ടി നായർ 1995 76 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് കൊല്ലം തുളസിയാണ്. പിച്ചാത്തി മുത്തു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കൊല്ലം തുളസി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊല്ലം തുളസിയുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ കൊല്ലം തുളസിയുടെ പ്രായം 79 ആണ്. അടുത്തത് പൂജപ്പുര രവിയാണ്. സന്തോഷ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഒരു ലോട്ടറി വിൽപ്പനക്കാരനായിട്ടായിരുന്നു പൂജപ്പുര രവി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 63 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 2023 86 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് രവി മേനോനാണ്. അനീഷ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ രവി മേനോൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രവി മേനോൻ്റെ പ്രായം 40 ആയിരുന്നു. രവി മേനോൻ 2006 56 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് സന്തോഷാണ്. ഭൈരവൻ എന്നൊരു പോലീസ് ഓഫീസറായിട്ടായിരുന്നു സന്തോഷ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സന്തോഷിൻ്റെ പ്രായം 30 ആയിരുന്നു. ഇപ്പോൾ സന്തോഷിൻ്റെ പ്രായം 64 ആണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, കിലുക്കം വീണ്ടും തിയേറ്ററിൽ റിലീസ് വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുമോ?
എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. അത് ജോജിയാണോ, അതോ നിശ്ചലാണോ, അതോ നന്ദിനിയാണോ, അതോ കിട്ടുണ്ണിയാണോ? കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഇരിക്കുന്ന ഏത് സീനാണ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ശ്യാമയാണ്. ശ്യാമ ഈ സിനിമയിലെ ജസ്റ്റിസ് പിള്ളയുടെ മകളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശ്യാമയുടെ പ്രായം 22 ശ്യാമ 1995 26 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് സീനത്താണ്. സീനത്ത് ഈ സിനിമയിൽ തങ്കം എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ടീച്ചറായിട്ടായിരുന്നു സീനത്ത് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സീനത്തിൻ്റെ പ്രായം 28 ഇപ്പോൾ സീനത്തിൻ്റെ പ്രായം 62. അടുത്തത് ദേവനാണ്. ദേവൻ ഈ സിനിമയിൽ രാജേന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ദേവൻ്റെ പ്രായം 39 ഇപ്പോൾ ദേവൻ്റെ പ്രായം 74. അടുത്തത് സുകുമാരിയാണ്. സുകുമാരി ഈ സിനിമയിൽ ഡോക്ടർ ആൻറ്റി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുകുമാരിയുടെ പ്രായം 60. 2011 ഈ സുകുമാരി 74 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് തിക്കുറിശി സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ ഈ സിനിമയിൽ ഒരു ചായക്കടക്കാരൻ അമ്പൂട്ടിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തിക്കുറിശിയുടെ പ്രായം 74. 1997 80 വയസ്സിൽ തിക്കുറിശി അന്തരിച്ചു. അടുത്തത് KB ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാർ ഈ സിനിമയിൽ രവി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് ജസ്റ്റിസ് പിള്ളയുടെ മകനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 27. ഇപ്പോൾ അദ്ദേഹത്തിന് 61 വയസ്സാണ് ഉള്ളത്. അടുത്തത് മുരളിയാണ്. മുരളി ഈ സിനിമയിൽ അഡ്വക്കേറ്റ് ദശരഥൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മുരളിയുടെ പ്രായം 37. 2009 55 വയസ്സിൽ മുരളി അന്തരിച്ചു. അടുത്തത് ശരത് സക്സേനയാണ്. ശരത് സക്സേന ഈ സിനിമയിൽ സമർ ഖാൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശരത് സക്സേനയുടെ പ്രായം 41. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 75. അടുത്തത് ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് ഈ സിനിമയിൽ കിട്ടുണ്ണി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 53. ഇന്നസെൻ്റ് 2023 75 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് രേവതിയാണ്. രേവതി ഈ സിനിമയിൽ നന്ദിനി എന്നൊരു മുഖ്യ കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രേവതിയുടെ പ്രായം 25. ഇപ്പോൾ രേവതിയുടെ പ്രായം 59. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ജഗതി ശ്രീകുമാർ ഈ സിനിമയിൽ നിശ്ചൽ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ പ്രായം 40. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ ജോജി എന്നൊരു മുഖ്യ കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 31. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65. അടുത്തത് തിലകനാണ്. ജസ്റ്റിസ് പിള്ള എന്നൊരു മുഖ്യ കഥാപാത്രമായിരുന്നു തിലകൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തിലകൻ്റെ പ്രായം 60. തിലകൻ 2012 77 വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രവും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീനും അത് ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ആ കോമഡി രംഗം അല്ലെങ്കിൽ ഏത് രംഗമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണി തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.